പണ്ടൊക്കെ ഈ ആൻഡ്രോയിഡിൻ്റെ ഫേസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ മുഖം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ ഫോൺസ് ആണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു പുതിയ ആൻഡ്രോയിഡ് വർഷം വരും, ആൻഡ്രോയിഡ് വർഷമല്ല ആൻഡ്രോയിഡ് വെർഷൻ വരും, പുതിയ ആൻഡ്രോയിഡ് വെർഷൻ വരും, അതിൽ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാവും, പുതിയ ലുക്ക്, പുതിയ ഐക്കൺസ്, ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? കാരണം ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ്, അതായത് ഈ പിക്സൽ 10 Pro XLൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടു, അതായത് സാംസങ്ങിൻ്റെ ഫോൾഡിലും ഫ്ലിപ്പിലും, ഫോൾഡ് 7, ഫ്ലിപ്പ് 7ൽ ഓൾറെഡി ആൻഡ്രോയിഡ് 16 വന്നിട്ടുണ്ട്. ഈവൻ AI ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് പുതിയ, അതായത് ഗൂഗിളിൻ്റെ AI ഫീച്ചേഴ്സ് തന്നെ ഫസ്റ്റ് കൊണ്ടുവരുന്നത് സാംസങ് ആണ്. എന്തിനേറെ ഗൂഗിൾ അവരുടെ സോഫ്റ്റ്വെയർ ഇവന്റ് ഉണ്ടല്ലോ, ഈ AI കാണിച്ചിരുന്ന ഇവന്റ്, ആ ഇവന്റിൽ ഫസ്റ്റ് അവർ ഏതൊരു ഇവന്റ്, കഴിഞ്ഞ വർഷത്തെ ഇവന്റ് ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് അവർ പിക്സലിൽ കാണിക്കാൻ നോക്കി, എന്നിട്ട് അത് വർക്കായില്ല, എന്തോ പാളിപ്പോയി. അതിനുശേഷം സാംസങ്ങിന്റെ S24 അൾട്രയിലാണ് ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഒക്കെ ഗൂഗിൾ കാണിച്ചത്. സോ ഫേസ് ഓഫ് ആൻഡ്രോയിഡ് ഇപ്പോഴും പിക്സൽ ആണോ അതോ പതുക്കെ സാംസങ് ആയി മാറുവാണോ? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നോർമലി വരാറുള്ളത് പോലെ ഫോൺസ് ഉണ്ട്, ഡോക്യുമെന്റ്സ്, Type-C ചാർജിങ് കേബിൾ, അത്രേ ഉള്ളൂ. സോ അത് കണ്ടില്ലേ, കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സാക്ട്ലി സെയിം ഡിസൈൻ ആൻഡ് സെയിം ലുക്കിലാണ് ഇത്തവണത്തെ പിക്സൽ 10 Pro സീരീസ് വന്നിരിക്കുന്നത്. ആ സിൽക്കി സ്മൂത്ത് മാറ്റ് ഫിനിഷ് ഉള്ള ഗ്ലാസ് ബാക്ക്, ഫ്ലാറ്റ് മെറ്റൽ ഫ്രെയിം, ബോക്സി ഡിസൈൻ, നല്ല കർവ്ഡ് കോർണേഴ്സ്, പിന്നെ ഈ കാണുന്ന പിൽ ഷേപ്ഡ് ക്യാമറ മോഡ്യൂൾ, അതിലുള്ള ടെമ്പറേച്ചർ സെൻസർ. യെസ്, ഇത്തവണയും ഈ ടെമ്പറേച്ചർ സെൻസർ വന്നിട്ടുണ്ട്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ്, അതായത് ഡിറ്റോ എക്സാക്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്, ഒന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം എന്തായാലും എടുത്ത് പറയണം, ഈ ഫോൺ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ ഉണ്ടല്ലോ ആ വെയിറ്റ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ ചെറിയൊരു ബയാസ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 200 ഗ്രാമുള്ള ഈ നമ്മുടെ iPhone 16 Pro ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഈ 232 ഗ്രാമുള്ള ഈ 10 Pro X എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. നല്ല തിക്കുമാണ്, 8.5 mm ആണ് തിക്നെസ്. അതായത് നമ്മുടെ ഫോൾഡ് 7നേക്കാളും വെയിറ്റ് ഉള്ള ഫോണാണ്, അതായത് ഫോൾഡബിൾ ആയ ഫോൾഡ് 7നേക്കാളും വെയിറ്റ് ഉണ്ട് ഈ പിക്സൽ 10 Pro XLന്. സോ നിങ്ങൾക്ക് വലിയ യമണ്ടൻ ഫോൺസ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്കിത് ഹെവി ആയിട്ട് തോന്നും, ബൾക്കി ആയിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ ആ പിക്സൽ 10 Pro ഒന്ന് നോക്കിക്കോളൂ. പക്ഷേ യെസ്, ഒരു മേജർ വ്യത്യാസം ഇതിൻ്റെ ഡിസൈനിൽ വന്നിട്ടുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇത്തവണ വന്നിരിക്കുന്ന 4 പിക്സൽ 10 ഫോൺസ്, അതായത് പിക്സൽ 10, 10 Pro, 10 Pro XL ആൻഡ് 10 Pro Fold, ഈ 4ലും ഗൂഗിൾ മാഗ്നറ്റ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഐഫോൺസിൽ ഇതുവരെ കണ്ട ഒരു മാഗ്സേഫ് ഉണ്ടല്ലോ, ആ സെയിം സംഭവം ഗൂഗിൾ പിക്സലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൂഗിൾ അതിനെ വിളിക്കുന്നത് പിക്സൽ സ്നാപ്പ് എന്നാണ്. ഇതാണ് ബേസിക്കലി പിക്സൽ സ്നാപ്പ്. അത്യാവശ്യം നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇത് പിക്സലിൻ്റെ ചാർജർ ഒന്നും അല്ലേ, നമ്മുടെ ഓപ്പോയുടെ ചാർജറാണ്. ഓക്കെ, പക്ഷേ ഇതിൽ മാഗ്നറ്റ് ഉണ്ട്. സോ അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐഫോണിൽ നിന്ന് പിക്സലിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ഇവിടെ എന്തായാലും ആൾക്കാർ മാറൂലായിരിക്കും, US ഗൂഗിൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ആളുകൾ ഐഫോണിൽ നിന്ന് പിക്സലിലേക്ക് മാറുമ്പോൾ ചാർജിങ് നിങ്ങൾക്ക് വയർലെസ്, ആ സെയിം ചാർജർ, അതായത് ഐഫോൺസിൻ്റെ കൂടെ വരുന്ന സംഭവം ഉണ്ടല്ലോ, മാഗ്സേഫ് കാരണമുള്ള ഈ ആക്സറീസ് കാര്യങ്ങളൊക്കെ, അതായത് സ്റ്റാൻഡാണ്. പിക്സലിനും ഉണ്ട്, ഗൂഗിളിനും ഉണ്ട് ചില ആക്സറീസ്, പക്ഷേ ഐഫോണിൽ വരുന്ന എല്ലാ മാഗ്സേഫ് ആക്സറീസ് നിങ്ങൾക്ക് ഈ പിക്സൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ പിക്സൽ 10 Pro XL 25 വാട്ട് Qi 2.2 കമ്പാറ്റബിൾ ആണ്. 45 വാട്ടിന് വയർഡ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ MAH, അതായത് ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് 5060 mAh എങ്ങാണ്ടായിരുന്നു, ഇപ്പം 5200 mAh ആക്കിയിട്ടുണ്ട്. എനിവേ പിക്സലിൻ്റെ ബാറ്ററി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് അത് പതുക്കെ ഇമ്പ്രൂവ് വരുന്ന ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഈ പിക്സൽ ഫോൺസിൽ കണ്ടുവരുന്നത്. ഞാനിത് ഇന്നലെ മിനിങ്ങാന്ന് രാത്രി എങ്ങാണ്ടാണ് സെറ്റപ്പ് ചെയ്തത്. സോ ഒരുപാടൊന്നും യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എൻ്റെ ഡീറ്റെയിൽഡ് ബാറ്ററി ബാക്കപ്പ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞുതരാം. ഡിസൈൻ പോലെ തന്നെ ഡിസ്പ്ലേയും കഴിഞ്ഞ വർഷത്തെ എക്സാക്ട്ലി സെയിം 6.8 ഇഞ്ച് സൈസുള്ള സൂപ്പർ ആക്ച്വ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. LTPO ഡിസ്പ്ലേ ആണ്. സോ ഇതിന് 1 Hz 120 Hz റിഫ്രഷ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ്. HDR ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും HDR സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത്തവണ ബ്രൈറ്റ്നസിന്റെ നിറ്റ്സ് ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ടുണ്ട്. 2200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ആൻഡ് 3300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ്, നോ ഡൗട്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഇത്തവണ വന്നിരിക്കുന്ന സ്പീക്കറിൽ ചെറിയ ഇംപ്രൂവ്മെന്റ്, ചെറിയ അപ്ഗ്രേഡ് അവർ ചെയ്തിട്ടുണ്ട്. നല്ല സ്പീക്കർ പെർഫോമൻസ് ആണ്, നല്ല ലൗഡ് ഓഡിയോ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്, നല്ല ക്രിസ്പ് ക്ലിയർ ആണ്. സോ നോ ഇഷ്യൂസ്. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സിംഗിൾ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. പിന്നെ ഈ സിം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് Wi-Fi 7 ആൻഡ് Bluetooth 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഇല്ല, പക്ഷേ NFC കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ ഇനീഷ്യൽ യൂസിൽ 5G കണക്ടിവിറ്റി, സ്പീഡ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പിക്സൽ 9 സീരീസിൽ ഞാൻ പിക്സൽ
പിക്സൽ 9 ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പ്രോ എക്സൽ ഉപയോഗിക്കാൻ കിട്ടിയില്ല. 9 ഉപയോഗിച്ചിരുന്നു, അവിടെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, നല്ലോണം തന്നെ യൂസ് ചെയ്യാം. അതായത് നെറ്റ്വർക്ക് കണക്ടിവിറ്റി, കോൾ ഡ്രോപ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ ഐ തിങ്ക് പിക്സൽ 9 സീരീസിൽ ഗൂഗിൾ ആ സംഭവം സോൾവ് ചെയ്തു. ഇവിടെയും ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം, ഞാനിതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, പൊസിഷനൊക്കെ നൈസ് ആണ്, ആക്യുറേറ്റ് ആണ്, ഫാസ്റ്റ് ആണ്. ഹാപ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൂ, ഞാൻ എല്ലാ വർഷവും പറയാറുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഇൻറ്റിഗ്രേഷൻ ആണെങ്കിലും പിക്സലിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, തൊടാൻ പറ്റില്ല. അതായത് സോ അമേസിങ് ഹാപ്റ്റിക്സ്, അത് എല്ലായിടത്തും ഉണ്ട്. ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഇറ്റ്സ് വെരി നൈസ്. ഫൈനലി TSMC ഉണ്ടാക്കിയ ടെൻസർ ചിപ്സെറ്റുമായാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനു മുമ്പ് സാംസങ് ആയിരുന്നു, കുറേ ഹീറ്റിംഗ് ഇഷ്യൂ, ത്രോട്ട്ലിംഗ് ഇഷ്യൂ, പലതരത്തിലുള്ള കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കരമായിട്ടുള്ള, അതായത് 8 Elite, 8 Gen 3 അല്ലെങ്കിൽ ആപ്പിളിൻ്റെ A18 ചിപ്സെറ്റ്, ആ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഞാൻ അൺടു റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, 1.2 മില്യൺ 1.3 മില്യൺ ആണ് കിട്ടുന്നത്. എൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷം വന്ന സാംസങ് S23 അൾട്ര ഉണ്ടല്ലോ, ആ ലെവലുള്ള ഒരു പെർഫോമൻസ്, അതായത് 8 Gen 2 ഉണ്ടായിരുന്ന ആ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി, ആ ഗ്രാഫൊക്കെ നല്ല റെഡ് കാര്യങ്ങളും ഇങ്ങനെ ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ട്. എനിവേ ഞാൻ ഓവറോൾ യൂസ് ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം പറഞ്ഞുതരാം ഹീറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ ഇനീഷ്യൽ യൂസിൽ അങ്ങനെ മേജർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. യെസ്, പുറത്ത് കൊണ്ടുപോയിട്ട് ഈ രാവിലെ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി കണ്ടിന്യൂസ്ലി 10-15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് യൂസ് ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള ഹീറ്റ് ഇവിടെ ഫേസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഫ്രെയിമിലും ക്യാമറയുടെ ഇവിടെ ആയിട്ടൊക്കെ. നോർമലി ഫോൺസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഹീറ്റ് ചെയ്യാറുണ്ട്, ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. പിന്നെ പിക്സൽ ഫോൺസ് ഗെയിമിങ്ങിന് വേണ്ടി ആരും വാങ്ങാറില്ല, എന്നാലും ഞാൻ നോക്കിയിരുന്നു BGMIയിൽ ആക്ച്വലി ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS അൺലോക്ഡ് ആണ്. ദാറ്റ് ഇസ് വെരി നൈസ് ആക്ച്വലി. സോ നിങ്ങൾക്ക് അൾട്രാ എക്സ്ട്രീം സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും, ഗെയിം പ്ലേ ഒക്കെ ഓക്കെ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്, ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞുതരാം. 16 GB LPDDR5X RAM ആണ് തന്നിരിക്കുന്നത്, സ്റ്റോറേജ് UFS 4.0 ആണ്. ഒരു കാര്യം എന്തായാലും നന്നായി, 128 GB ഇല്ല, ഏത് പിക്സൽ വാങ്ങിച്ചാലും സ്റ്റാർട്ടിങ് 256 GB ആണ്. എന്നാൽ പ്രോ എക്സൽ 512 1 TB സ്റ്റോറേജ് ഒന്നും വരുന്നില്ല. ആകെയുള്ള സ്റ്റോറേജ് ഓപ്ഷൻ 266 GB ആണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. എനിക്ക് തോന്നുന്നത് ഈ 10 Pro Fold ഉണ്ടല്ലോ, 10 Pro Fold, സോ പിക്സൽ 10 Pro Fold ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇതുവരെ വന്നിട്ടില്ല, കമ്മിങ് സൂൺ എന്നാണ് എഴുതി കാണിക്കുന്നത്. സോ അത് വരുമ്പോൾ ഒരുപക്ഷെ അതിൽ ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ദേ ഷുഡ് ഹാവ് ഗിവൻ 512 GB അറ്റ്ലീസ്റ്റ് ഇൻ പ്രോ വേരിയൻസ്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16 വിത്ത് പിക്സൽ എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്, അതായത് പിക്സലിൻ്റെ UI ആണ് വന്നിരിക്കുന്നത്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ പ്രോമിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇനീഷ്യൽ യൂസിൽ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റിൽ അവിടെ അപ്പോൾ ഞാൻ 1.5 ദിവസം ആയിട്ടുള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷേ അവിടെ പ്രത്യേകിച്ചും ഫോട്ടോസ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ജിറ്റർ വരുന്നുണ്ട് ആനിമേഷനിൽ. സോ ഇതിന് അപ്ഡേറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ആൻഡ്രോയിഡ് 16 വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സൊക്കെ പ്രത്യേകം ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുതിയൊരു മാജിക് ക്യൂ എന്നൊരു AI ഫീച്ചർ ഉണ്ട്. ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു എയർലൈനിലേക്ക്, അതിപ്പം എയർ ഇന്ത്യ ആണെങ്കിലും ഇൻഡിഗോ ആണെങ്കിലും അങ്ങോട്ടേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോൾ മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഫോണിലുള്ള AI ആ ഒരു ടിക്കറ്റ് റിഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ടിക്കറ്റിൻ്റെ ഒരു സ്നാപ്ഷോട്ട് അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചു തരും. ഇതാ ഇങ്ങനെ ഫോൺ കോളിൽ മാത്രമല്ല, ഈവൻ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോഴും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഗൂഗിളിൻ്റെ മെസ്സേജിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഇവിടെ ആരും ഇന്ത്യയിൽ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഗൂഗിൾ മെസ്സേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ഐ ഡോണ്ട് നോ, ബട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. മൊത്തം സ്പാമും ആഡൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണത്. അയാൾ ചോദിക്കുന്നു നാളെ ഏത് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിമൈൻഡറിലുണ്ടെങ്കിൽ ആ സംഭവം ഇങ്ങനെ ഒരു ഓപ്ഷനായിട്ട് കാണിക്കും. പിക്സൽ ജേർണൽ വന്നിട്ടുണ്ട്, അതായത് ഡയറി പോലെയാണ്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും, ഫോട്ടോസൊക്കെ ചേർക്കാൻ പറ്റും. എനിക്കറിയാം പിക്സൽ ഫോണാണ്, സോ നിങ്ങളിൽ ഒരുപാട് പേര് ക്യാമറ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ക്യാമറ എക്സാക്ട്ലി സെയിം ആണ്, അതായത് ഒരു മാറ്റം പോലും കൊണ്ടുവന്നിട്ടില്ല. സെയിം എക്സാക്ട്ലി ആ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് മാക്രോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 48 മെഗാ പിക്സലിൻ്റെ 5x ടെലിഫോട്ടോ ക്യാമറ, ഫ്രണ്ടിൽ 42 മെഗാ പിക്സലിൻ്റെ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന സെൽഫി ക്യാമറ. സോ ക്യാമറ ഹാർഡ്വെയർ എക്സാക്ട്ലി സെയിം ആണ്. ഭയങ്കര നാച്ചുറൽ കളേഴ്സ് ഉള്ള, നാച്ചുറൽ സ്കിൻ ടോൺസും അല്ലെങ്കിൽ നാച്ചുറൽ ഒരു സോഫ്റ്റ് നാച്ചുറൽ ലുക്ക് ഉണ്ട് പിക്സൽ ഫോട്ടോസിൽ. ആ സെയിം സംഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ചില ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്യാം. സോ കൂടുതലൊന്നും ബൂസ്റ്റ് ചെയ്യുന്നില്ല, അതായത് പച്ച, ചുമപ്പ്, നീല ഭയങ്കരമായിട്ട് ബൂസ്റ്റിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ് നാച്ചുറൽ ഫോട്ടോസ്, അതായത് പിക്സൽ ഫോണിൻ്റെ ക്യാമറ വെച്ച് മാത്രം ഫോട്ടോസ് എടുക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. സോ ദേ ലൈക്ക് പിക്സൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പിക്സൽ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ്. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 100x വരെ സൂം ചെയ്യാൻ പറ്റും. സോ ഇതാണ് 1x, 2x, 5x, 10x, 30x ആൻഡ് 100x.
സോ 30x പിന്നെ അങ്ങോട്ടേക്ക് ProRes Zoom എന്നൊരു ഫീച്ചർ ആക്ടിവേറ്റ് ആവും. AI ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ നൈസായിട്ട് മിനുക്കി അങ്ങ് തരും. അതാണ് ബേസിക്കലി ProRes Zoom. അത് ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെയാണ്. വൈ ഗൂഗിൾ എന്തുകൊണ്ടാണ് ഇതുവരെ 5x സൂമിൽ പോർട്രേറ്റ് തരാത്തത്? ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് ഇതിലെന്താ കാരണമുള്ളത്? പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ ആകെ ഓപ്ഷൻ 1x and 2x ആണ്. അത് നമുക്ക് മെയിൻ ക്യാമറ വെച്ചാണ് എടുക്കാൻ കഴിയുന്നത്. ഐ ഡോണ്ട് നോ. നമുക്ക് നോർമൽ സൂം ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇതാണ് 1x, 2x and 5x. സോ അവിടെ ഓക്കെ, ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കിൻ ടോണൊക്കെ ഓക്കെ ആണ്. പക്ഷേ അടുത്ത തവണയെങ്കിലും പ്ലീസ് ഇതിലുള്ള 5x, കാരണം സാംസങ്ങിൽ 3x 5x രണ്ടും വരുന്നുണ്ട്. ഐഫോൺ ആദ്യം 3x ആയിരുന്നു, പിന്നെ ഇപ്പം 5x ആക്കി. പക്ഷേ അതെല്ലാം പോർട്രേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സെൽഫി ഫോട്ടോസ് നൈസാണ്, സ്കിൻ ടോണൊക്കെ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഞാൻ പേഴ്സണലി സാംസങ്ങിൻ്റെ സെൽഫി ഫോട്ടോസാണ് പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് പിക്സലിൻ്റെ സെൽഫി ഫോട്ടോ അത്ര ഇഷ്ടമല്ല. പ്രത്യേകിച്ചും പോർട്രേറ്റ് സെൽഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ കട്ടൗട്ടൊക്കെ എന്തോ പോലെ ഇരിക്കുന്നത്. അതായത് എന്തോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ സെൽഫി ക്യാമറ വെച്ച് എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോർട്രേറ്റ് സെൽഫീസ് ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല. എന്തോ സ്കിൻ ടോൺ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ കട്ടൗട്ട് കണ്ടില്ല, എന്തോ ചെറിയൊരു എന്തോ ഒരു സംഭവം. ആ കട്ടൗട്ടിൽ സ്മൂത്ത്നെസ് ഇല്ല. ഇതിൻ്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് സ്റ്റേബിൾ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാം. ഓക്കെ, നല്ല സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും. സിനിമാറ്റിക് വീഡിയോ, അതായത് പോർട്രേറ്റ് വീഡിയോ ഉണ്ടല്ലോ, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അത് 4K കിട്ടൂല, 1080p ഉള്ളൂ. പിന്നെ 30 FPS ഇല്ല, 24 FPS ആണ്. എന്തോ ചെറിയ ജിറ്ററൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നി. ക്യാമറ കോച്ച് എന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഈ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച് തരുന്നൊരു സംഭവമാണ്. അതായത് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. സോ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും അത് പറയും, അതായത് വണ്ടിയുടെ ഫ്രണ്ടിലല്ലേ, സോ കുറച്ചൊന്ന് ബാക്ക് വരട്ടെ, കാലൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് പറയും കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് നിർത്തുക, ആളിനെ ലെഫ്റ്റിലേക്ക് ആക്കുക. അങ്ങനെ മനസ്സിലായല്ലോ, ഒരു ഫോട്ടോഗ്രാഫർ നമുക്ക് പറഞ്ഞു തരുന്ന സാധനങ്ങൾ പറഞ്ഞുതരും. ഇത് മറ്റേ ആളുകളുടെ ഫോട്ടോസ് മാത്രമല്ല, ഒരു ഓബ്ജക്റ്റ് ആണ്, എന്തും ആയിക്കോട്ടെ സജഷൻസ് തരും. പിന്നെ ബെസ്റ്റ് ടേക്കിൻ്റെ ഫീച്ചർ, നമ്മൾ തലയൊക്കെ വെട്ടി മാറ്റി നൈസ് തല, കണ്ണ് ഓപ്പൺ കാര്യങ്ങൾ ഒക്കെ ചെയ്തു തരുന്ന ഓട്ടോ ബെസ്റ്റ് ടേക്ക് ഫീച്ചർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി 50 MP പോർട്രേറ്റ് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആഡ്മി അറിയാലോ, ആദ്യം നിങ്ങളൊരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ മറ്റേ ആൾ വന്ന് ഫോട്ടോ എടുക്കുന്നു, 2 ഫോട്ടോസ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ആ ആഡ്മി ഫീച്ചറൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, 16GB 256GB വേരിയൻറ്റിൻ്റെ പ്രൈസാണ് 1,25,000 രൂപ. പിന്നെ കൂടെ എക്സ്ചേഞ്ച് ഓഫേഴ്സും ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ പഴയ പിക്സൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ കൂടുതൽ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിക്സൽ സ്നാപ്പിൻ്റെ ഫീച്ചർ ഉണ്ടല്ലോ, ആ മാഗ്നറ്റ്, അത് മാറ്റി നിർത്തുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡ് മാറ്റമാണ് നോക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ പിക്സൽ 9 Pro സീരീസിലും കിട്ടും, ആ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിവേ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. അതിനുശേഷം ഹീറ്റിങ്ങും ത്രോട്ടിലിങ്, കാരണം ആ ഗ്രാഫ് ഇങ്ങനെയല്ലേ വന്ന്. സോ ആ ഗ്രാഫ് ആണെങ്കിലും മറ്റേ കണക്ടിവിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ, കംബാക്ക് ഒക്കെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ അതെല്ലാം ഞാൻ നമ്മുടെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞുതരാം. ദിസ് യു ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.